ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന തേർഡ് ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ഫസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലയർ അല്ലേ. എന്താ ഫസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് വൺ ഡിജിറ്റ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഡിജിറ്റ് മൾട്ടിപ്ലയറാണ്. എന്താ 2 ഡിജിറ്റ് മൾട്ടിപ്ലയർ? 1 ഡിജിറ്റ് മൾട്ടിപ്ലയർ നിങ്ങൾക്കറിയാം, 1 ഡിജിറ്റുള്ള ഒരു നമ്പറുമായിട്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? 2 ഡിജിറ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, 2 ഡിജിറ്റുള്ള നമ്പറുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് 1 ഡിജിറ്റും 2 ഡിജിറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ 2 ഡിജിറ്റ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് 27 ഇൻറ്റു 31. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, 31 നിന്ന് 1 പ്ലേസ് കിടക്കുന്ന, നിങ്ങൾ പ്ലേസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, 1s 10s 100 1000 പ്ലേസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ആദ്യം 1s കിടക്കുന്ന നമ്പർ ഏതാന്ന് നോക്കുക, 1s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാന്ന് നോക്കുക. 31ൽ 1s പ്ലേസിൽ ഏതാ, 1 ആണ് അല്ലേ. അത് കഴിഞ്ഞ് 10s പ്ലേസ് കിടക്കുന്നത് 3 അല്ലേ. അപ്പോൾ 1സും 10സും മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 1s കിടക്കുന്ന നമ്പർ ഏതാണോ അതുമായിട്ട് വേണം ആദ്യത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ. നോക്കുക, 27 ഇൻറ്റു 31 അല്ലേ. ഇവിടെ 31ൽ രണ്ടാമത്തെ നമ്പറിന് 1s പ്ലേസ് കിടക്കുന്ന നമ്പർ 1 ആണ്. അപ്പോൾ 2നെയും 7നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, 7 ഇൻറ്റു 1 7 ഇൻറ്റു 1 എത്രയാണ്? 7. 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 2. അപ്പോൾ 2 എന്ന് എഴുതി, നിങ്ങൾക്ക് കിട്ടി 27. ഇനി അടുത്ത നമ്പറുമായിട്ട് 10s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 3 ആണ്. അപ്പോൾ 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 3 7 ഇൻറ്റു 3 എത്രയാണ്? 21. അപ്പോൾ 21 എഴുതുമ്പോൾ നോക്കേണ്ട കാര്യം, മേലെ നമ്പർ ഏതാ? 27 ആണ്. അപ്പോൾ 7ൻ്റെ താഴെ കൊണ്ടേ എന്തെഴുതരുത്, 21ൽ 1 എന്ന് എഴുതി വയ്ക്കരുത്. ഏതാണോ 27ൽ, അതായത് 1s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാണോ അതിൻ്റെ താഴെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു 0 ഇട്ട് കൊടുക്കും. ഇതിൻ്റെ താഴെ നിങ്ങൾ ഒന്നും എഴുതാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് 0 ഇട്ട് പഠിച്ചോളുക. അതായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നൊക്കെ സംശയം ഉണ്ടാകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് 7ൻ്റെ താഴെ എപ്പോഴും, 7ൻ്റെ താഴെ എന്നല്ല, ഏതൊരു നമ്പറിൻ്റെയും ആദ്യം അടുത്ത നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏതാണോ നമ്പർ അതിൻ്റെ താഴെ 0 ഇട്ട് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറിൻ്റെ താഴെ വേണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എഴുതാൻ. ഇവിടെ നോക്കുക, 7 ഇൻറ്റു 3 7 ഇൻറ്റു 3 എത്രയാണ്? 21 ആണ്. സോ 1 എഴുതേണ്ടത് 2ൻ്റെ താഴെയാണ്, അല്ലാതെ 7ൻ്റെ താഴെ എഴുതി വെക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ക്ലിയർ? നോക്കുക, 2ൻ്റെ താഴെ എന്തെഴുതി? 21ൽ 1 എഴുതി, 2 ബാലൻസ് ആണ്. ഇപ്പോൾ ബാലൻസ് അവിടെ എഴുതാൻ പറ്റില്ല, മേലെ കൊണ്ട് എഴുതി വയ്ക്കുക. അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇല്ലേ. അപ്പോൾ അടുത്ത 2 ഉണ്ട്. 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 എത്രയാണ്? 6. 6 പ്ലസ് 2 ബാലൻസ് 2 മേലെ എഴുതിയിട്ടുണ്ട്. 6 പ്ലസ് 2 എത്രയാണ്? 8. സോ 8 10 കിട്ടും. ഇനി രണ്ട് നമ്പേഴ്സും തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക. 7 പ്ലസ് 0 7. 2 പ്ലസ് 1 3. 8. സോ ആൻസർ ഈസ് 837. ആദ്യമൊക്കെ ഡൗട്ട് ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് 384 ഇൻറ്റു 43. 384നെ 43 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. അതിൻ്റെ 1s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 3. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 3യുമായിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, പിന്നെ 4യുമായിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്പർ എഴുതുക, 384 ഇൻറ്റു 43. മൾട്ടിപ്ലൈ ചെയ്യുക, 4 ഇൻറ്റു 3 4 ഇൻറ്റു 3 എത്രയാണ്? 12 അല്ലേ. സോ 2 എഴുതി, ബാലൻസ് 1 മേലെ എഴുതി കൊണ്ടുവച്ചു. റെഡ് കളറിലൊക്കെ ബാലൻസ് ആണ് കേട്ടോ, 1 ബാലൻസ്. ഇനി അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8 ഇൻറ്റു 3 8 ഇൻറ്റു 3 24. 24 പ്ലസ് 1 25. സോ 5 എഴുതി, 2 ബാലൻസ്. അപ്പോൾ 3ൻ്റെ മേലെ എഴുതി കൊണ്ടുവച്ചു, 2 ബാലൻസ്. അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇൻറ്റു 3 9 9 പ്ലസ് 2 11. സോ 11 1152. അപ്പോൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ എല്ലാ നമ്പറും നമ്മൾ 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ആണ് ഇവിടെ ഫസ്റ്റ് നമ്പർ അല്ലേ. റൈറ്റ് നോക്കുകയാണെങ്കിൽ 2 ആണ് ഫസ്റ്റ് നമ്പർ അല്ലേ.
ഇപ്പോൾ 2ൻ്റെ താഴെ എന്ത് എഴുതി വയ്ക്കരുത്? 16ലെ 6 എഴുതി വയ്ക്കരുത്. 2ൻ്റെ താഴെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പറിൻ്റെ താഴെ വേണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ എഴുതാൻ. 4 × 4 4 × 4 16. സോ 6 ബാലൻസ് 1 ഞാൻ മേലെ കൊണ്ട് എഴുതി. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 4 8 × 4 32 32 പ്ലസ് 1 33. സോ 3 എഴുതി 3 ബാലൻസ് കൊണ്ടുവച്ചു. 3 × 4 12 12 പ്ലസ് 3 15. സോ 15360. രണ്ട് നമ്പർ ആഡ് ചെയ്യുക. 2 പ്ലസ് 0 2 5 പ്ലസ് 6 11 അല്ലേ? സോ 1 എഴുതി 1 ബാലൻസ്. 1 ബാലൻസ് ഉള്ളതാണ് റെഡ് കളർ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. 1 പ്ലസ് 1 2 2 പ്ലസ് 3 5. സോ 5 1 പ്ലസ് 5 6 1 താഴെ എഴുതി വെച്ചു. സോ 16,512 ഇസ് ദി ആൻസർ. നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിച്ചോളൂ. ഇനി നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡിജിറ്റൽ സം മെത്തേഡ്. നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം ഏതാണോ നിങ്ങളെ മൾട്ടിപ്ലിക്കൻ അതിലുള്ള ഡിജിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇവിടെ നോക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോക്കേണ്ട കാര്യം, ആദ്യം ഏത് നമ്പറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഏത് നമ്പറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കൻ്റെ ഏതാ? 384 അല്ലേ? 384നെയാണ് നമ്മൾ മൾട്ടിപ്ലയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം മൾട്ടിപ്ലിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് നമ്പറാണോ നിങ്ങൾ മൾട്ടിപ്ലയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഏതൊരു നമ്പറാണോ വേറെ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എന്താ പറയുക? മൾട്ടിപ്ലയർ എന്നാ പറയുക. ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ എന്താ പറയുക? മൾട്ടിപ്ലിക്കൻ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ 384 ആണ് മൾട്ടിപ്ലിക്കൻറ്റ്, 43 ആണ് മൾട്ടിപ്ലയർ. അപ്പോൾ ആദ്യം അത് നോക്കി വയ്ക്കുക, ഏതാണ് മൾട്ടിപ്ലിക്കൻ ഏതാണ് മൾട്ടിപ്ലയർ. ഇവിടെ നോക്കുക, മൾട്ടിപ്ലിക്കൻ 384 ആണ്. അപ്പോൾ അതിലുള്ള ഡിജിറ്റ് ഏതൊക്കെയാണ്? 3 8 4. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ ഡിജിറ്റൽ സം ഓഫ് ദ മൾട്ടിപ്ലിക്കൻ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കൻ്റെ ഡിജിറ്റൽ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. 3 + 8 + 4 3 + 8 11 11 + 4 15. ഇനി 15 എന്നല്ലേ 15 എന്നാണെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആൻസർ തന്നെ എഴുതി വെച്ചാൽ മതി. 2 ഡിജിറ്റാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ 1 ഉം 5 15 എന്ന് പറഞ്ഞ ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. സോ അതിലുള്ള ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 5 1 + 5 എത്രയാണ്? 6. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിജിറ്റൽ സം ഓഫ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിൻ്റെ ഡിജിറ്റ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ ഡിജിറ്റ് ഏതൊക്കെയാണ്? 4ഉം 3ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 4 + 3 7. ഇനി നിങ്ങൾക്ക് രണ്ടിൽ ഒരു ഉത്തരം കിട്ടി. ഏതാ? 6. മൾട്ടിപ്ലിക്കൻ്റെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 6ഉം കിട്ടി, മൾട്ടിപ്ലയറിൻ്റെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 7ഉം കിട്ടി. ഈ 2 ഡിജിറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റൽ സം. രണ്ടും കിട്ടിയ ഉത്തരം എന്താണോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 7 6 × 7 എത്രയാണ്? 42. ഞാൻ പറഞ്ഞു 42 എന്ന് പറഞ്ഞ ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പറാണ് കിട്ടുന്നെങ്കിൽ 2 ഡിജിറ്റും തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 4 + 2 4ഉം 2ഉം ആഡ് ചെയ്യുക. 4ഉം 2ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6. സോ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 6 ആണ്. ഇനി നോക്കേണ്ടത് ഫൈൻഡ് ദ ഡിജിറ്റൽ സം ഓഫ് ദ പ്രൊഡക്റ്റ്. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഏതാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ, അതായത് നിങ്ങൾക്ക് റിസൾട്ട്, ഇവിടെ റിസൾട്ട് എത്രയാണ്? 16,512 എന്നാണ് അല്ലേ? അപ്പോൾ അതിലുള്ള ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. 1 + 6 + 5 + 1 + 2. എന്താണോ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അതിലുള്ള ഡിജിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യാം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫൈൻഡ് ദ ഡിജിറ്റൽ സം ഓഫ് ദ പ്രൊഡക്റ്റ്. 1 + 6 + 5 + 1 + 2 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 15 ആണ്. 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പറാണ് വരുന്നെങ്കിൽ, വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. 2 ഡിജിറ്റ് നമ്പറാണ് വരുന്നെങ്കിൽ അതിലെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 1ഉം 5ഉം കിട്ടിയാൽ എത്ര കിട്ടുന്നത്? 6. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കൻ്റെയും മൾട്ടിപ്ലയറിൻ്റെയും ഡിജിറ്റൽ സമ്മ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്? 6 അല്ലേ? അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ
ഓരോ ഡിജിറ്റും ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 6 ആണ്. അതായത് തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും വാല്യൂസ് സെയിം ആണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണെന്നാണ് അർത്ഥം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഏതാണോ മൾട്ടിപ്ലിക്കൻ അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണോ നിങ്ങളുടെ മൾട്ടിപ്ലയർ അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ രണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പിലും സെക്കൻഡ് സ്റ്റെപ്പിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു റിസൾട്ട് ഇല്ലേ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടുന്ന നിങ്ങൾക്ക് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആ നമ്പറും കൂടി ആഡ് ചെയ്യണം, എന്നല്ലേ കിട്ടുള്ളൂ ഒരു ഉത്തരം. ആ ഉത്തരവും അതേപോലെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ, അതിൽ ലാസ്റ്റ് ഉത്തരം എന്താണോ അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുന്ന റിസൾട്ടും തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും സെയിം ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഉത്തരം ശരിയാണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. 27 ഇൻറ്റു 30, 25 ഇൻറ്റു 30, 25നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കുക, സീറോസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 0 ഇല്ലാതെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കുക, 30ൽ ഒരു 0 ഉണ്ട്, അപ്പോൾ ആ 0നെ കണക്കിലെടുക്കണ്ട, 0 നമുക്ക് ലാസ്റ്റ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ആ 0 ക്യാൻസൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 25 ഇൻറ്റു 3, 0 നമ്മൾ മാറ്റി വെച്ചല്ലോ, അപ്പോൾ ആ 0 പോയി. ഇപ്പോൾ 25 ഇൻറ്റു 3, 25നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? 5 ഇൻറ്റു 3 15, 5 എഴുതി, ബാലൻസ് 1 മേലെ. 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 7. സോ 75 എന്നാണ് കിട്ടി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എത്ര 0 ഉണ്ട്? ഒരു 0 ഉണ്ട്. എത്ര 0 ഉണ്ടോ അത് ആൻസറിൽ എടുത്തെഴുതിക്കുക. അപ്പോൾ 75 ആണ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം. നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഒരു 0 ഉണ്ട്, സോ ആൻസറിനും ഒരു 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, 37 ഇൻറ്റു 200. ക്വസ്റ്റ്യനിൽ 2 0 ഉണ്ട്, 2 0നെ അവിടെ മാറ്റി വെച്ചോളുക, അതിനെ തൊട്ട് നോക്കണ്ട. ഇനി എന്ത് ചെയ്യുക, 0 ഇല്ലാത്ത നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 27 ഇൻറ്റു 2, 37 ഇൻറ്റു 2, 37നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 2 14, സോ 4 എഴുതി, ബാലൻസ് 1. 3 ഇൻറ്റു 2 6, 6 പ്ലസ് 1 7. അപ്പം ആൻസർ നിങ്ങൾക്ക് കിട്ടിയതാ 74. ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ട്? 2 0 ഉണ്ട്. ആൻസറിൽ എന്ത് ചെയ്തോളാം? 2 zeros ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 253 ഇൻറ്റു 50. ഇപ്പോൾ 253 ഇൻറ്റു 50 എന്നാണ്. 50ൽ ഒരു 0 ഉള്ളൂ, ആ 0 നമ്മൾ മാറ്റി വെച്ചു. 253 ഇൻറ്റു 5 ആദ്യം ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 3 50, 5 എഴുതി, ബാലൻസ് 1. 5 ഇൻറ്റു 5 25, 25 പ്ലസ് 1 26, 6 എഴുതി, 2 ബാലൻസ് മേലെ എഴുതി. 2 ഇൻറ്റു 5 10, 10 പ്ലസ് 2 12. സോ ആൻസർ എന്താ കിട്ടിയേ? 1265. ക്വസ്റ്റ്യനിൽ എത്ര 0 ഉണ്ട്? ഒരു 0 ഉണ്ട്. സോ ആൻസറിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 218 ഇൻറ്റു 400. 400 2 0 ഉണ്ട്, ആ 2 0 മാറ്റിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 218 ഇൻറ്റു 4, 8 ഇൻറ്റു 4 32, 2 എഴുതി, 3 ബാലൻസ്. 1 ഇൻറ്റു 4 4, 4 പ്ലസ് 3 7, 2 ഇൻറ്റു 4 8. സോ 872. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താ? 872. ക്വസ്റ്റ്യനിൽ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. സോ ആൻസറിൽ ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക. സോ ആൻസർ വിൽ ബി 87,200. Clear? Next question, find the multiply the following and verify your answer. മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 43 ഇൻറ്റു 23. 43നെ 23 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ആദ്യം ഏതാണോ 1s പ്ലേസ് കിടക്കുന്ന നമ്പർ അതുമായിട്ട് ആദ്യത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ 10s പ്ലേസുമായിട്ട് കിടക്കുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കുക, 43 ഇൻറ്റു 23. ഇവിടെ 1s പ്ലേസ് കിടക്കുന്നത് 3 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 3 9, സോ 9 എഴുതി. 4 ഇൻറ്റു 3 12, സോ 12 എഴുതി. സോ 1 2 9 കിട്ടി. ഇനി 10s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 2 ആണ് അല്ലേ? ഇപ്പോൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 2
6 6 എഴുതേണ്ടത് 9ൻ്റെ താഴെയല്ല 2ൻ്റെ താഴെയാണ്. 6 4 into 2 8. സോ 8 എഴുതേണ്ടത് 1ൻ്റെ താഴെ. ആഡ് ചെയ്യുക 9 പ്ലസ് താഴെ ഒരു നമ്പറും ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 0 ഒക്കെ ഇട്ട് കൊടുക്കുക. 9 into 0 9 plus 0 0. 2 plus 6 8. 8 plus 1 9. സോ ആൻസർ ഇസ് 989. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ചെക്ക് ചെയ്യാൻ എങ്ങനെ നോക്കുക? ഇവിടെ നോക്കുക, മൾട്ടിപ്ലിക്കൻ്റ് ഏതാ? 43 അല്ലേ? അപ്പോൾ 2 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. 4 plus 3 നിങ്ങൾക്ക് കിട്ടും 7. മൾട്ടിപ്ലയർ ഏതാ? 23. അതിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്യുക. 2 plus 3 5. ഇനി നോക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് കിട്ടിയ മൾട്ടിപ്ലയറിൻ്റെയും മൾട്ടിപ്ലിക്കൻറ്റിൻ്റെയും ഔട്ട്പുട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 3 7 into 3 35 അല്ലേ? 35 2 ഡിജിറ്റ് നമ്പറാണ്. ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 3 plus 5 3 plus 5 8. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് നോക്കുക. കിട്ടിയ ഔട്ട്പുട്ട് ഏതാ? സം ഓഫ് ദി ഔട്ട്പുട്ട്. ലാസ്റ്റ് കിട്ടിയ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 989 അല്ലേ? അതിനുള്ള ഡിജിറ്റ് ആഡ് ചെയ്യുക. 9 plus 8 8 plus 9 നിങ്ങൾക്ക് കിട്ടും 26. 26 ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. 2 plus 6 2 plus 6 എന്ന് പറയുന്നത് 8. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? സെയിം ആണ്. സോ ആൻസർ ഇസ് കറക്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27 into 82. 27 into 82 മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 2 7 into 2 14. 4 എഴുതി, ബാലൻസ് 1. 2 into 2 4 4 plus 1 5. സോ 54. അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 8 56. 6 എഴുതേണ്ടത് 4ൻ്റെ താഴെയല്ല 5ൻ്റെ താഴെയാണ്. സോ 5ൻ്റെ താഴെ 6 എഴുതി, 5 ബാലൻസ്. ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഏതാ? 56. അടുത്ത 6 2 into 8 2 into 8 16. 16 plus 5 21. സോ 21 എഴുതി, 2160. ആഡ് ചെയ്യുക. 4 plus 0 4. 5 plus 6 11. 1 എഴുതി, ബാലൻസ് 1. 1 plus 1 2. 2 താഴെ ഇറക്കി വിട്ടു. സോ ആൻസർ ഇസ് 2214. ഇങ്ങനെ ആൻസർ ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, മൾട്ടിപ്ലിക്കൻ്റ് ഏതാവും? 27 അപ്പോൾ 2ഉം 7ഉം ആഡ് ചെയ്യുക. 2ഉം 7ഉം ആഡ് ചെയ്താൽ 9. മൾട്ടിപ്ലയർ ഏതാ? 8ഉം 2 ആണ്. 8 into 2 8 plus 2 10. അപ്പോൾ 10 ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. സോ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യണം. 1 plus 0 1. രണ്ടും ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഔട്ട്പുട്ട് ഏതാ? ആദ്യത്തെ മൾട്ടിപ്ലിക്കൻ എന്ന് പറയുന്നത് 9ഉം ആണ്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1ഉം ആണ്. സോ 9 into 1 9. സോ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റൽ സമ്മ് നിങ്ങൾക്ക് 9 കിട്ടും. ഇനി നോക്കുക, സം ഓഫ് ഔട്ട്പുട്ട്. സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താണോ അതിൻ്റെ ഡിജിറ്റ് വേണം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ. നോക്കുക, 2 plus 2 4 4 plus 1 5 5 plus 4 9. തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും 9 തന്നെ കിട്ടിയേ. സോ ആൻസർ ശരിയാണ്. ഇവിടെ ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, നിങ്ങൾ സൈഡിൽ എഴുതിയിരിക്കുക കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ 345 into 21. ആദ്യത്തെ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 1 5. 4 into 1 4. 3 into 1 3. ഇനി അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 2 10. സോ 0 എഴുതേണ്ടത് 5ൻ്റെ താഴെയല്ല 4ൻ്റെ താഴെയാണ്. സോ 4ൻ്റെ താഴെ 0 എഴുതി, ബാലൻസ് 1. 4 into 2 8. 8 plus 1 9. 3 into 2 6. അതെഴുതി ആഡ് ചെയ്യുക. 5 4 12 1 7. സോ ആൻസർ ഇസ് 7245. നല്ലോണം സമയമെടുക്കും മനസ്സിലാവാൻ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഇവിടെ നോക്കുക, മൾട്ടിപ്ലിക്കൻറ്റ്. നിങ്ങൾക്ക് ഏതാ മൾട്ടിപ്ലിക്കൻറ്റ്? 345. അപ്പോൾ അതിലുള്ള ഡിജിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുക. 3 plus 4 plus 5 നിങ്ങൾക്ക് കിട്ടും 12. 12 എന്ന് പറഞ്ഞൊരു 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പർ വരികയാണെങ്കിൽ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യണം. 1 plus 2 1 plus 2 3. അടുത്ത മൾട്ടിപ്ലയർ ഏതാ? 21 ആണ് അല്ലേ? അപ്പോൾ ആ 2 ഡിജിറ്റ് കൂടി ആഡ് ചെയ്യുക. 2 plus 1 3. ഇനി ഇത് തമ്മിൽ ഔട്ട്പുട്ട് തമ്മിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റ് തമ്മിൽ ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 3 3 into 3 എത്രയാണ്? 9. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 9 ആണ് കിട്ടിയിട്ടുള്ളത്.
ഫോർത്ത് സ്റ്റെപ്പ് എന്താ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ എന്താണോ അതിലുള്ള ഡിജിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, 9 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണ്, അല്ലെങ്കിൽ ഉത്തരം തെറ്റാണെന്നാണ് അർത്ഥം. നോക്കുക ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാ, 7, 2, 4, 5 എല്ലാം കൂടി ആഡ് ചെയ്യുക. 7 + 2 9, 9 + 4 13, 13 + 5 18. 18 എന്ന് പറഞ്ഞൊരു 2 ഡിജിറ്റ് നമ്പറാണ്. ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യുക. 1 + 8, 1 + 8 ഏതാ 9. സോ തേർഡ് സ്റ്റെപ്പിലും ഫോർത്ത് സ്റ്റെപ്പിലും നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം 9 ആയതുകൊണ്ട് ഈ ആൻസർ ശരിയാണ്. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം സമയമെടുക്കും, കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലെടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞുതരാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പാരൻസും നല്ലോണം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഹിയർ ഈസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സീറോസ് ഉണ്ട്, സീറോസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്ത് തന്നെ കാണിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈ ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആൻസർ വെരിഫൈ ചെയ്യും വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഒരു മടിയും കാണിക്കേണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Thank you. If you like this video, please like, share and subscribe. We can discuss more problems in next class. Thank you.